ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖി, ദ മല്ലു ബിഗ് ബോസ്. എന്നാലും ഏറ്റവും പുതിയ ഒരു സീസൺ 7 നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഓഗസ്റ്റ് 3 അതിന്റെ ഗ്രാൻഡ് ലോഞ്ച്, ദ ബിഗ് ലോഞ്ച്, ദ ബിഗ് എൽ ലാലേട്ടൻ നടത്തുമ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ട് പരിചരിച്ച ബിഗ് ബോസിൽ നിന്ന് അല്ലെങ്കിൽ ശീലിച്ച ബിഗ് ബോസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയ എൻട്രികളും താരങ്ങളും ഒക്കെ ഉണ്ടാകണമെന്നാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും മലയാളം ബിഗ് ബോസ് ചരിത്രത്തിലെ നമുക്ക് മാറ്റി നിർത്താനാകാത്ത അല്ലെങ്കിൽ നമുക്ക് പകരം വെക്കാനാകാത്ത ഒരുപാട് പ്രതിഭകൾ വളർന്നു വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് അഖിൽ മാരാർ. ഈ വീഡിയോ കാണുന്നതിൽ അഖിൽ മാരാറിനെ ഇഷ്ടപ്പെടുന്ന ആ ഒരു സീസണിൽ വളരെയധികം വോട്ടുകൾ ചെയ്ത് വിജയിപ്പിച്ച ഒരുപാട് പേരുണ്ടാകും. കാരണം ഓരോ സീസണുകൾ എടുത്ത് നോക്കിയാലും ഒരുപാട് അഗ്രഷൻ, ഇപ്പോൾ സാബുമോൻ എടുത്താൽ അഗ്രഷൻ, അത് കഴിഞ്ഞ് വന്ന മണിക്കുട്ടൻ പിന്നീട് ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടു. ഇപ്പോൾ റോബിൻ ആയിക്കോട്ടെ വിന്നർ ആവാൻ പറ്റിയില്ല. അതിനുശേഷം ജിൻഡോ ഇപ്പോഴും വിവാദങ്ങൾ നേരിടുകയാണ്, ദിൽഷ അതുപോലെ തന്നെ. ഓക്കെ, എന്തൊക്കെ തന്നെ ആയാലും അഖിൽ മാരാറിനെ പോലൊരു കംപ്ലീറ്റ് പക്ക പാക്കേജ്, അതായത് ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ഉൾക്കൊണ്ടുകൊണ്ട്, അത് നർമ്മമുണ്ട്, അല്ലെങ്കിൽ ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സാധാരണ മനുഷ്യന്റെ എല്ലാം കൂടി ഇണങ്ങിയ ഒരു പക്ക ബിഗ് ബോസ് മെറ്റീരിയൽ ഇപ്പോഴും ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒന്നാമത്തെ ഉത്തരം എനിക്ക് പറയാൻ പറ്റുന്നത് അഖിൽ മാരാറാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു റീ എൻട്രി അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലൊരു താരോദയം ഇത്തവണ ബിഗ് ബോസ് സീസൺ 7 ഉണ്ടാകുമോ എന്ന് തന്നെയാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് ചിലപ്പോൾ അത് വൈൽഡ് കാർഡ് എൻട്രി വഴിയായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ പ്രേക്ഷകരെ നെഞ്ചിലെട്ടുന്ന ഒരുപാട് താരങ്ങൾ, ഇപ്പോൾ ബിജു സോപാൻ നമ്മൾ പ്രൊഡക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന സീരിയൽ രംഗത്ത് നിന്നൊക്കെ നമ്മൾ അത്തരത്തിൽ സ്ക്രീനിലൂടെ മാത്രം കണ്ട ഒരുപാട് പേര് വരുന്നു. പക്ഷെ അവർക്കെല്ലാം ഈ ഒരു തരത്തിലേക്ക് വളരാൻ പറ്റുമോ? അതായത് ആ ഒരു സീസണിന്റെ പ്രത്യേകത ഏകദേശം ഒരു 70 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഏറെക്കുറെ ഉറപ്പായി, ഇനി ആരൊക്കെ വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും എത്രയൊക്കെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ആയാലും അദ്ദേഹം തന്നെയാണ് കപ്പും കൊണ്ടാ പോകുന്നത്. ഒരു ഏകാധിപത്യ തരത്തിലായിരുന്നു ആ ഒരു സീസൺ പോയത്. അപ്പോൾ അത്തരത്തിൽ ആകണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന പ്രേക്ഷകർക്ക് അവർ തമ്മിലുള്ള ഫൈറ്റും, ലൈക്ക് ഒരുപാട് പേര് സൈഡ് ആവാതെ ഒരുപാട് പേര് മുൻനിരയിൽ വരുമ്പോൾ അതൊരു പക്ക ഫൈറ്റിംഗ് സ്പിരിറ്റ് തന്നെയായിരിക്കും. ഒരു ഒത്ത എതിരാളി ആ ഒരു സീസണിൽ മാരാർക്ക് ഉണ്ടാകണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചതാണ്. അപ്പോൾ അത്തരം ഒരു സീസൺ ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 ആകാൻ കഴിയുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഏറ്റവും പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുന്നതിനും മടിക്കേണ്ട. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും.